ഇനി കർക്കിടകക്കൂറാണ് പുണർദത്തിൻ്റെ അവസാനത്തെ ഒരു പാദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ഇവരുടെ ജോലി അല്ലെങ്കിൽ കരിയർ സംബന്ധിച്ച് ഫെബ്രുവരി 3 ശേഷം അഷ്ടമത്തിലാണ് ബുധൻ വരുന്നത്. ഈ രഹസ്യമായിട്ട് ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ ഗവേഷണം, അതുപോലെ ഇൻഷുറൻസ്, ടാക്സ് മുതലായിട്ടുള്ള മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഗവേഷണത്തിലും അതുപോലെ മറ്റുള്ളവർ അറിയാതെ ചെയ്യേണ്ട ജോലികൾ, ഗൂഢപ്രവൃത്തികൾ ഇതൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഫെബ്രുവരി 6 ശേഷവും അഷ്ടമത്തിലേക്ക് ശുക്രനും കൂടെ വരും. അപ്പോൾ തടസ്സങ്ങളൊക്കെ ക്രമേണ കുറയുന്നതായിട്ട് മനസ്സിലാവും. ധനപരമായിട്ട് അത്ര അനുകൂലമല്ല. നമുക്ക് കിട്ടേണ്ട ധനം കിട്ടില്ല. പഴയ സാമ്പത്തിക ബാധ്യത വീണ്ടും ഫ്ലെയറപ്പ് ചെയ്ത് നമുക്ക് പ്രതികൂലമായിട്ട് വരാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളും ഒക്കെ വരാവുന്ന കാലമാണ്. ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമല്ല. ദഹന പ്രശ്നങ്ങളുണ്ടായേക്കാം. അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് ആന്തരികമായിട്ട് പരസ്പരം പറഞ്ഞ് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ ചില അസ്വസ്ഥതകളും മറ്റ് കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം അല്ലെങ്കിൽ സ്വയം ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുക. പാലുകൊണ്ട് ജലം കൊണ്ടും അഭിഷേകം ചെയ്യുക. അതുപോലെ ദാനം, ജലദാനം വെച്ചാൽ ജലം എടുത്ത് കൊടുക്കുകയല്ലല്ലോ. ജലം വേണ്ടവർക്ക്, അത് കിട്ടാത്തവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ഈ പറയുന്ന ജലദാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് വളരെ വലിയ ഒരു ദാനം. ജലദാനം എന്ന് വെച്ചാൽ വളരെ വലിയൊരു ദാനമാണ്. ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ രാത്രി ഉറക്കമിഴിക്കാതിരിക്കാനും ഇവരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഫെബ്രുവരി 1 തൈപ്പൂയമാണ്. ഈ പൂയം എന്നുള്ളത് പുഷ്യ നക്ഷത്രം എന്നാണ് ഇതിന് പറയുക. ഇതിൻ്റെ അതിദേവത സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ആ പേര് പോലും എല്ലാ ഈശ്വരന്മാർക്കും സുബ്രഹ്മണ്യ നമസ്തേസ്തു നമഃ പുരുഷ പൂർവജ നമഃ എന്ന് പറയാറുണ്ട്. അതായത് ഏത് ദേവനും യോജിക്കുന്ന അഥവാ ഉപയോഗിക്കാവുന്ന പേരാണ് സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യോഹം എന്ന് പറഞ്ഞാണ് ജീവാത്മ പരമാത്മബന്ധം, ബ്രഹ്മമായിട്ടുള്ള സംയോഗം സൂചിപ്പിക്കുന്നതാണ് സുബ്രഹ്മണ്യൻ എന്നുള്ള പേര് തന്നെ. സുബ്രഹ്മണ്യൻ പുരാണ കഥാപാത്രമായിട്ട് വരുമ്പോൾ എല്ലാത്തിൻ്റെയും ഗുരുവാണ്. സാക്ഷാൽ സദാശിവൻ ഗുരു, ഈശ്വരൻ്റെ പോലും ഗുരു, ശിവൻ്റെ പോലും ഗുരുവായിട്ടിരിക്കുന്നത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ്റെ സ്ഥാനമാകട്ടെ ഈ മൂലാധാരം മുതൽക്ക് സഹസ്രാരം വരെ ഉള്ള നാഡിയുടെ ഏറ്റവും മുകളിലുള്ള സഹസ്രാരപത്മത്തിൻ്റെയും മുകളിലായിട്ട് അഥവാ അതിൻ്റെ മധ്യത്തിലായിട്ടുള്ള ബ്രഹ്മരന്ധ്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ. ഇനി അതിന് മുകളിലേക്ക് മറ്റൊന്നില്ല. ഇതാണ് ഗുരുസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ദേവസങ്കല്പമാണ് സുബ്രഹ്മണ്യൻ എന്നുള്ളത്. ഈ സുബ്രഹ്മണ്യൻ എന്തിൻ്റെയും ഗുരുവാണ്. വിശേഷിച്ച് ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഗുരു ഈ സുബ്രഹ്മണ്യൻ തന്നെയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള സുബ്രഹ്മണ്യനെ പൂജിക്കാൻ വിശേഷേണ തിരഞ്ഞെടുത്തിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം. അത് ഈ മാസം ഫെബ്രുവരി 1 അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം മുഖേനയാണ് ഇതൊക്കെ നമുക്ക് ഈശ്വരാരാധനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക. ആയതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ പോയി വഴിപാടുകൾ നടത്തുക, അവിടെ വ്രതമെടുക്കുക, ഇതൊക്കെയും നമുക്ക് ഭാവിയിലേക്ക് വളരെ വളരെ ഗുണങ്ങൾ, നമ്മുടെ ഉപാസനാ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് പോകേണ്ടവർക്ക് അത് അങ്ങനെ, പഠന സംബന്ധമായിട്ട്, അതുപോലെ തന്നെ രോഗാദികളിൽ നിന്നുള്ള മുക്തി, ഇങ്ങനെയുള്ള സകല ഫലങ്ങളും ഈ സുബ്രഹ്മണ്യസ്വാമി തരുന്നതാണ്. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം എന്ന് പറയുന്നത്. നമസ്കാരം.